തലവൻ തലവി, റൈറ്റർ ഡയറക്ടർ പാണ്ഡ്യരാജ്. സോ പാണ്ഡ്യരാജ് ആക്ച്വലി ഒരു ഗ്രാമം ടൈപ്പ് സിനിമകൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് സംവിധായകന്മാരുണ്ട് തമിഴ് സിനിമയിൽ. സോ അതിൻ്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് ആക്ച്വലി പാണ്ഡ്യരാജ്. പക്ഷേ ലാസ്റ്റ് വന്നിട്ടുള്ള പടം ഈട്ടി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ചെറിയൊരു പേടിയാണ്. അതിന് മുമ്പേ കടക്കുട്ടി സിംഗമായി കഴിഞ്ഞാലും അതൊക്കെ വന്നിട്ട് ഭയങ്കര രസമുള്ള സിനിമകളായിരുന്നു ആക്ച്വലി പാണ്ഡ്യരാജൻ. ഒരു ഫാമിലി ഇമോഷൻസ് വെച്ചിട്ട്, അതായത് ആ ഗ്രാമത്തിലുള്ള ഒരു നിഷ്കളങ്കത വെച്ചിട്ട് അവിടെ ഒരു ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റി ചെയ്യുന്ന കഥകളാണ് മോസ്റ്റ്ലി പാണ്ഡ്യരാജ് ചെയ്യുന്നത്. അതിൽ പുള്ളി ഭയങ്കര സ്ട്രോങ്ങും ആണെന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്തേക്കെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് വെച്ചാൽ ഇതേ സെയിം ഗ്രാമത്ത് സബ്ജക്റ്റ് തന്നെയാണ് പുള്ളി പിന്നെയും എടുത്തിട്ടുള്ളത്. സ്റ്റാറിങ് വിജയ് സേതുപതി, അതുപോലെ തന്നെ നിത്യ മേനോൻ, യോഗി ബാബു, റോഷ്നി, അതുപോലെ തന്നെ കാളി വെങ്കട്ട്, സർവണൻ, ചെമ്പൻ ഒരു മെയിൻ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, അരുൾ ദോസ്, അങ്ങനെ ദീപ ശങ്കർ. തമിഴിലെ ഗ്രാമം പരിപാടി ചെയ്യുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതിൻ്റെ അകത്ത് മോസ്റ്റ്ലി ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ വിജയ് സേതുപതി എന്ന് പറയുന്നൊരു ആക്ടറാണ്. അത് വിജയ് സേതുപതി നമ്മൾ പണ്ടൊരു വിജയ് സേതുപതി ആണ്. അതായത് വെച്ചാൽ ഇതിക്ക് തന്നെ ആസപ്പെട്ട ബാലകുമാർ, അതുപോലെ തന്നെ വന്നിട്ട് നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ട, ഐ മീൻ അതായിരുന്നത് അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു അവരുടെ തലക്ക് ഇത് വന്നിട്ടുള്ള, അത് ആദ്യം അങ്ങനെയായിരുന്നു, അതിൻ്റെ പേര് മറന്നുപോയി. സോ ഇങ്ങനെയുള്ള സിനിമകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിജയ് സേതുപതി ഉണ്ട്. ആ വിജയ് സേതുപതിനകത്ത് ആക്ച്വലി തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിനിമയാണ് ആക്ച്വലി തലവൻ തലവി. കോമഡി പുള്ളിയുടെ ഒരു സേഫ് സോൺ ആയിട്ടുള്ള കാറ്റഗറിയാണ് ആക്ച്വലി കോമഡി. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് കോമഡി ഉണ്ട്. അത് ഈ ജി എന്ന് പറയുന്ന വേർഡ് ട്രെൻഡാക്കിയ കോമഡി, അതൊക്കെ ജി എന്ന് പറയുന്ന വേർഡ് തമിഴിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന, ബ്രോ എന്നൊക്കെ പറയുന്ന പോലെ ജി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തമിഴ്. ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെല്ലാം വന്നിട്ട് വിജയ് സേതുപതിയുടെ സിനിമേൻ്റെ അകത്ത് വന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വിജയ് സേതുപതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ നിത്യാമേനൻ ഒരു സിനിമ, ഒരു ക്യാരക്ടറിനെ എങ്ങനെ എലിവേറ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര രസമാണ്. വേറെ ഒരു ഹീറോയിനും ഇല്ലാത്ത എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആക്ച്വലി നിത്യാമേനൻ ഉണ്ട്. അത് മെർസലിൽ വിജയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ശരി, വിജയ് സേതുപതിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ശരി, ധനുഷിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിത്യാമേനൻ്റെ ക്യാരക്ടർ സെപ്പറേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഭയങ്കര രസമുള്ളതും ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ള, എന്നാൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഫഷണലാണ് ആക്ച്വലി നിത്യാമേനൻ എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ മധുരൈ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മധുരയിൽ പോയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും അവിടുത്തെ ഫുഡിൻ്റെ ഒരു സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് കുറച്ചും കൂടി എനിക്ക് ഞാൻ മധുരയിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് ആക്ച്വലി മധുരൈ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല, അവിടുത്തെ ആൾക്കാർ അവിടുത്തെ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവും അവരുടെ ആ ഒരു ജീവിത രീതിയും ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാൾക്കാരാണ്. അവരുടെ മധുരൈ പൊറോട്ടയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ സംബന്ധിച്ചുള്ള ഭയങ്കര ഒരു ഗെറ്റ് ഫാക്ടർ എന്ന് പറയുന്ന പോലത്തെ അങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള ആളുകളാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര റഫായിട്ട് ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമഡി സബ്ജക്റ്റുകൾ ഇപ്പം ജിഗർദണ്ഡ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മധുരയിലേക്ക് പോയിട്ടുണ്ടാവുക? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാൾ, പക്ഷെ നമ്മളിത് കാണുമ്പോൾ അതിലൊരു കോമിക് ഉണ്ടാവണം, അവർ സീരിയസ് ആയിട്ടുള്ള. അതേപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് മധുരയിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളൊരു ഫാമിലിയും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ആക്ച്വലി പാണ്ഡ്യരാജ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി വന്നിട്ട് ഒരുപാട് വേറെ തലത്തിലുള്ള ഇമോഷനിലേക്ക് പോവാതെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇമോഷൻസ് ഭയങ്കര രസമായിട്ട് അവരുടെ ഫൈറ്റും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചുമ്മാ അടിയായിരിക്കും, ഒരു കാര്യമില്ലാതെ അടികൾ സംഭവിക്കും. പക്ഷേ എങ്ങനെ വെച്ചാൽ അവരെ വന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. പിന്നെ ഈ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്ത് ഇടപെടും. പക്ഷെ ഇവരാരും വന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ ഇവരെ വന്നിട്ട് പിരിക്കണം എന്നുള്ള പെർസ്പെക്റ്റീവിൽ പോവുകയില്ല. അത് എന്തോ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ. സോ ഒരാൾക്കാർ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളത് ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. അതിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സും റൈറ്റും റോങ് ഒന്നുമല്ല. പക്ഷെ അങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടെത്തുള്ളൂ അങ്ങനെയാണ്. പക്ഷേ ഇനിയും അങ്ങനെ ആയിരിക്കും. പക്ഷേ അത് നല്ലതാണ്. ഒരു പെർസ്പെക്റ്റീവിൽ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സ്ഥലത്താണ് അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റും. അല്ലെങ്കിൽ വെച്ചാൽ ഈസി ആയിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം ഇടപെട്ടിട്ട് ഞാനങ്ങ് പോയേക്കാം എന്ന രീതിയിൽ പറയാമല്ലോ. അല്ലാതെ വന്നിട്ട്
അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിലാകുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കും അവിടെ ഒരു അവകാശമുണ്ട്, അത് കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പറയുന്ന ആൾ കറക്റ്റ് ആണെന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോസിബിൾ. അവിടെ ഒരു റിലേഷൻഷിപ്പും കൂടി ബിൽഡ് ആവണം അല്ലേ സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ആക്ച്വലി മധുരൈ എന്ന് പറയുന്നത്. അത് ഇൻ എ വേ അവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ 2 തവണ പോയപ്പോഴും നമ്മളില്ല ഞാൻ പേഴ്സണലി വന്നിട്ട് എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളുടെ വീട്ടിലോട്ടാണ് പോയത്. പക്ഷേ അവർ ലിറ്ററലി എനിക്ക് അവിടെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എനിക്ക് മധുരയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കഥ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഞാൻ ഭയങ്കര തറലി എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ഒരു തമിഴ് ഒരു നമുക്കിപ്പോൾ ഒരു ഗുരുവായൂർ അമ്പലനടയിലൊക്കെ കണ്ടില്ലേ, അതുപോലെ. അല്ലെങ്കിൽ വെച്ചാൽ നമ്മളൊരു കോർ സബ്ജക്റ്റ് എടുക്കുവാണ്. നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എടുത്തു, അല്ലെങ്കിൽ വന്നിട്ട് എന്നാത്താൻ പോയി കേസൂടെ എടുത്ത് പൊന്മാൻ എടുത്തു. അതൊരു കോർ സബ്ജക്റ്റാണ് നമ്മുടെ. അതുപോലെ തന്നെ ഒരു കോർ സബ്ജക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നല്ല ക്ലാപ്സ് ഉണ്ടായിരുന്ന തിയേറ്ററിൽ, നല്ലൊരു ഹൗസ്ഫുൾ തിയേറ്ററാണ്. ഹൗസ്ഫുൾ തിയേറ്റർ എന്നൊക്കെ സംഭവിക്കുക വെച്ചാൽ അറിയാലോ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി വിജയ് സേതുപതി പടങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് പേഴ്സണലി ഇത്. അതായത് കോമഡി ആയി കഴിഞ്ഞാലും ശരി, ചെറിയ കോമഡി. യോഗി ബാബു ഒക്കെ വന്നിട്ട് സ്കോറിംഗ് എന്ന് വെച്ചാൽ ശരിയായ സ്കോറിംഗ് ആണ് ആക്ച്വലി യോഗി ബാബു ചെയ്തില്ല. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് മ്യൂസിക് കമ്പോസർ സന്തോഷ് നാരായണൻ. ഒരു പാട്ടുണ്ട്, ഞാൻ ഇതുവരെ ആ പാട്ട് കേട്ടില്ല, ഇന്നലെയാണ് ആ പാട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള പാട്ട്. അതുപോലെ തന്നെ സന്തോഷ് നാരായണൻ സൂപ്പറായിട്ട് ചെയ്തു. ഈ ആത്തി ചന്ദ്രൻ കെട്ടിയ പോലെ തന്നെ വേറൊരു പാട്ട് ഇതിൻ്റെ അകത്തുണ്ട്, നിങ്ങളത് കേൾക്കണം. അത് അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ ആ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കേട്ടാലും മതി. ഗംഭീരമായിട്ടുള്ള വർക്ക് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ക്യാമറ M സുകുമാറാണ്. ഗ്രാമത്ത് ഭംഗി മധുരയുടെ ഫസ്റ്റ് ആംഗിളിൽ വന്നിട്ട് ആ ഒരു മധുരയുടെ ഒരു പാറയുണ്ട്, ഒരു വലിയൊരു മല പോലെ, അത് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര രസമുണ്ട്. എഡിറ്റർ പ്രദീപ് E രാഘവ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് ട്രിം ചെയ്യാൻ തോന്നി. കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ക്യാരക്ടേഴ്സ് കുറേ ഇൻട്രൊഡ്യൂസ് ആവുന്നു. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് വന്നിട്ട് എന്തിനാണ് അതൊക്കെ കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആക്കുക എന്നുള്ളത് തോന്നി എഡിറ്റിങ്ങിൽ. പാണ്ഡ്യരാജിൻ്റെ റീസൺ വന്നതിൽ വന്നിട്ട് നല്ല രസമുള്ള, കംപ്ലീറ്റ്ലി ഹുക്ഡപ്പ് ആയിട്ടുള്ള അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തലവൻ ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയാണ്. ഇത് എന്നിട്ട് എങ്ങനെ ആ ഒരു ആംഗിൾ മനസ്സിലാവാത്ത ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി കൊമേഴ്ഷ്യൽ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയായിരുന്നു ആക്ച്വലി തലവൻ എന്ന് പറയുന്നത്. ഞാൻ ആ പൈസ കൊടുത്തോണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഫീൽ ചെയ്തിട്ടില്ല. സോ വിജയ് സേതുപതിയുടെ ഞാൻ പറഞ്ഞില്ല, മഹാരാജയ്ക്ക് ശേഷം ഒരു എയ്സൊക്കെ വന്നതൊക്കെ പക്ക അലമ്പ് സിനിമകളായിരുന്നു. പക്ഷേ വിജയ് സേതുപതി നിത്യാമേനോൻ്റെ കോമ്പിനേഷനിൽ പാണ്ഡ്യരാജ് ഡയറക്ഷൻ അത് വന്നിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തലവൻ നല്ല രസത്തിൽ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. ഒരു വീക്കെൻഡ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്ന, ഒന്നും വലിയ തോട്ടുകളും വലിയ ഓപ്പറേഷൻസ് ഒന്നും നടത്താതെ ഒരു പ്ലെയിൻ, ഇപ്പോൾ കടൈക്കുട്ടി സിംഗം നമ്മൾ കണ്ടില്ല, അതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വിജയ് സേതുവിൻ്റെ പഴയ ഒരു ചെറിയ ചുറുചുറുക്കും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല പാട്ട് കേട്ട് നിത്യാമേനോനും വിജയ് സേതുവിനും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ, എന്നാലൊരു ചെറിയ രീതിയിലുള്ള ഒരു മെസ്സേജും, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള 2 മിനിറ്റിൽ തീർക്കാം എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്ന ഒരു ചെറിയ, നമ്മളൊക്കെ ഇരുന്ന് ആലോചിച്ച് 2 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ എന്നാൽ കുറച്ച് വലിയ മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് ആക്ച്വലി തലവൻ എന്ന് പറയുന്നത്. സോ ഡു വാച്ച് തലവൻ ഇൻ യുവർ തിയേറ്റേഴ്സ്.